പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സമയം കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാൻ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എക്സോഡക്സ് എന്ന ഈ ഫേസ്ബുക്ക് പേജിലൂടെ ഇന്ന് രാത്രിയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനത്തെ പ്രസ്താവിക്കുവാൻ ഇതിനുവേണ്ടി അവസരം നൽകിയ പ്രിയ കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രാത്രിയിൽ കർത്താവ് നമ്മുടെ സന്നിധിയിൽ ഉണ്ട്, നമ്മോടുകൂടെയുണ്ട്. ഈ രാത്രിയിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കണമേ. ആമേൻ. ഈ വചന ധ്യാനം അനേകർക്ക് ആശ്വാസവും വിടുതലുമായി തീരുവാൻ, അനേകർക്ക് പാപബോധമുണ്ടാകുവാൻ, അനേകർ കർത്താവിലേക്ക് അടുത്തു വരുന്നതിന് ഒരു മുഖാന്തരമായി തീരേണ്ടതിന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലവനും വിശ്വസ്തനുമായ നല്ല ദൈവമേ, സ്വർഗീയ കർത്താവേ, അനുഗ്രഹവും മനോഹരവുമായിരിക്കുന്ന ഈ നല്ല രാത്രിക്കായി സ്തോത്രം. ആമേൻ. കർത്താവേ, ഈ ഫേസ്ബുക്ക് പേജിലൂടെ ദൈവത്തിൻ്റെ വചനത്തെ ആമേൻ ഘോഷിക്കുമ്പോൾ അത് അനേകർക്ക് വിടുതലും ആശ്വാസവുമായി തീരുവാൻ സർവശക്തനായ ദൈവം അവിടുന്ന് കൃപ ചെയ്യണമേ. കർത്താവെ, അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഫേസ്ബുക്ക് പേജിനായി, അതിൻ്റെ പിന്നിൽ കർത്താവെ അധ്വാനിക്കുന്ന കർത്തൃദാസനായി, ഇതിൽ കർത്താവെ മെസ്സേജുകൾ അറിയിക്കുന്ന, പ്രാർത്ഥനകൾ ലീഡ് ചെയ്യുന്ന, മറ്റ് ആത്മീക കൂട്ടായ്മകൾ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഗുണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ഇന്ന് രാത്രിയിൽ കർത്താവ് ഞങ്ങൾക്ക് ആവശ്യമായ ആത്മീക ചിന്തകളും ആലോചനകളും കർത്താവ് നിന്ന് നൽകിത്തന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആമേ. സർവശക്തന്റെ കരം കൂടെയിരിക്കണം, മഹത്വം ദൈവം എടുക്കും. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ കൃപ തോന്നി കേൾക്കണമേ നല്ല കർത്താവേ. ആമേൻ, ആമേൻ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും വന്ദനമറിയിക്കുന്നു. കർത്താവ് ഇന്ന് രാത്രി നമ്മെ ആശീർവദിക്കട്ടെ. അല്പസമയ വചന ധ്യാനത്തിനു വേണ്ടി ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ തിരുവചനം 2-ാമത്തെ തിരുവചനവും വായിക്കുന്നു. അവൻ ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. നമുക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു തിരുവചന ഭാഗമാണല്ലോ ഇന്ന് രാത്രി നാം ഇവിടെ വായിക്കുവാനിടയായത്. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് അനേക അത്ഭുതങ്ങൾ യേശു കർത്താവ് ചെയ്തിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ, പലയിടങ്ങളിലൊക്കെ യേശു എന്ത് ചെയ്തിട്ടുണ്ട്? അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. യേശു കരയിലും കടലിലും ഒക്കെ അത്ഭുതം ചെയ്തിട്ടുണ്ട്. കല്യാണ വീട്ടിൽ യേശു അത്ഭുതം ചെയ്തിട്ടുണ്ട്. മരുഭൂമിയിൽ യേശു അത്ഭുതം ചെയ്തിട്ടുണ്ട്. വീടുകളിൽ യേശു അത്ഭുതം ചെയ്തിട്ടുണ്ട്. പള്ളികളിൽ യേശു അത്ഭുതം ചെയ്തിട്ടുണ്ട്. ആമേൻ. കാരണം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും ദൈവസഭയെ ഉറപ്പിക്കുക എന്നുള്ളത് ആമേൻ കർത്താവിന്റെ ആവശ്യമാകയാൽ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു കർത്താവ് തന്റെ ശുശ്രൂഷയിൽ ചെയ്തിട്ടുള്ളതായി തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ച ഈ ഭാഗത്ത് യേശു ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. യേശു ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ. ഈ ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ യേശുവിനെ പോലെ, അല്ലെങ്കിൽ യേശു അവിടെ നിൽക്കേണ്ടതായ ആവശ്യമില്ല. എന്നാൽ എന്തോ അന്വേഷിച്ച് ആരെയോ തിരയുന്നത് പോലെ യേശു എന്ത് ചെയ്യുകയാണ്? ഈ തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നതായ 2 കൂട്ടർ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. ആരൊക്കെയാണ് ആ കൂട്ടർ എന്ന് ചോദിച്ചാൽ, ഒന്ന്, അവിടെ ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവവചനം കേൾക്കുവാനായിട്ട് ആ ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ യേശു ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അടുത്തുള്ള ഊരുകളിൽ നിന്നും, പട്ടണങ്ങളിൽ നിന്നും, ഗ്രാമങ്ങളിൽ നിന്നുമൊക്കെ ആൾക്കാര് യേശുവിന്റെ അടുക്കൽ വന്നുകൂടുകയാണ്. വലിയൊരു പുരുഷാരം യേശുവിന്റെ അടുക്കൽ വന്നുകൂടി. എന്തിനാ അവർ യേശുവിന്റെ അടുക്കൽ വന്നത്? അവിടെ കാണുന്നത് ദൈവവചനത്തെ കേൾക്കേണ്ടതിന്. അപ്പോൾ
ദൈവവചനം കേൾക്കുവാൻ, വചനം കേൾക്കുവാനായിട്ട് ഒരു കൂട്ടർ യേശുവിന്റെ അടുക്കൽ നിൽക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. രണ്ടാമതായിട്ട് മറ്റൊരു കൂട്ടരെ കുറിച്ച് അവിടെ കാണുന്നത്, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ജീവിതത്തിൽ ഒരു നന്മയും പ്രാപിക്കുവാൻ കഴിയാതെ വളരെ നിരാശയോട്, വളരെ മാനസികമായും ശാരീരികമായും വളരെ ക്ഷീണിതനായിട്ട് വല കഴുകി നിൽക്കുന്ന ഒരു കൂട്ടരെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിൽ പ്രത്യേകമായി പത്രോസിനെയാണ് നമുക്കവിടെ പ്രധാനമായിട്ടും ഒരു കഥാപാത്രമായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ആമേൻ. നോക്കുക, വളരെ നിരാശയോട് വല കഴുകുകയാണ്. കാരണം ആമേൻ, അവരുടെ പടക് ശൂന്യമാണ്, അവരുടെ വല ശൂന്യമാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ പത്രോസിന്റെ മനസ്സും വളരെ ശൂന്യമായ അവസ്ഥയിൽ ആമേൻ ആയിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് പത്രോസും കൂട്ടരും അവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്? വല കഴുകുവാൻ തക്കവണ്ണം ഇടയായി. എന്തിനാ വല കഴുകുന്നത്? അധ്വാനിച്ച് അവശനായി, ജീവിതത്തില് ഇനി ഒരു സാധ്യതയില്ല എന്ന് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് ഒടുവിലായിട്ട് എല്ലാ ജോലികളും അവസാനിപ്പിച്ച്, പണി അവസാനിപ്പിച്ചിട്ട് അവര് കരയ്ക്ക് കയറുകയാണ്, മതിയാക്കുകയാണ്. ഇനി അവർക്ക് വീശുവാൻ അവർക്ക് മനസ്സില്ല. അതിനുള്ളതായ ഒരു മാനസിക അവസ്ഥയിലല്ല അവര്. കാരണം അവരുടെ ജീവിതത്തിന് മുമ്പിൽ തികച്ചും അവര് ഒരു രാത്രി മുഴുവനും ജീവിതത്തിലെ പരാജയം അവരനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ ഈ പരാജയം അനുഭവിച്ച ശൂന്യതയേറിയ പടകുമായി, ശൂന്യമായ വലയുമായി ശൂന്യനായി നിൽക്കുന്ന ആ പത്രോസിനെ തേടിയാണ്, അല്ലെങ്കിൽ ആ പത്രോസിനെ കാണുവാൻ വേണ്ടിയാണ്, ആ പത്രോസിനോട് സംസാരിക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് എന്ത് ചെയ്തത്? ഈ ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുവാൻ തക്കവണ്ണം ഇടയായത്. ഇന്ന് രാത്രിയില് ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് പറയുവാനുള്ളത്, ആമേൻ, കർത്താവ് നമ്മെ നോക്കി നിൽക്കുന്ന ദൈവമാണ്. സ്തോത്രം. നമ്മുടെ അവസ്ഥകളെ അറിഞ്ഞ്, നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറയാതെ തന്നെ മനസ്സിലാക്കി, ആമേൻ, നമ്മയും കാത്ത് നമ്മുടെ ശൂന്യത മാറ്റുവാൻ, നമ്മുടെ നിരാശ മാറ്റുവാൻ, നമ്മുടെ വേദനകൾ മാറ്റുവാൻ, നമ്മുടെ ഭാരങ്ങൾ മാറ്റുവാൻ, ആമേൻ, കർത്താവ് നമ്മെ തേടി വരുന്ന ഒരു ദൈവമാണ്. 2000 പല വർഷങ്ങൾക്ക് മുമ്പ് മാനവരാശിയെ മുഴുവനും പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ യേശു കർത്താവ് എന്ത് ചെയ്തു? ദാസവേഷമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ഈ ഭൂമിയിൽ അവതരിച്ച് ക്രൂശില മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. എന്തിനാ? ആമേൻ, പാപിയായ മനുഷ്യനെ ജീവിതത്തില് അർത്ഥം കാണുവാൻ കഴിയാതെ, ജീവിതത്തിലെ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ, നിരാശകളുടെ നീർച്ചുഴിയിൽ അകപ്പെട്ട് ജീവിതം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ കരകയറ്റുവാൻ ഇന്ന് രാത്രിയിലും യേശു കർത്താവ്, സ്നേഹിത, നിങ്ങളെ തേടി നിൽക്കുന്നുണ്ട്. ഇവിടെ ആമേൻ, ഞാൻ പറഞ്ഞുവല്ലോ, 2 കൂട്ടരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്നാമത്തെ കൂട്ടര് വചനം കേൾക്കുവാനായിട്ട് തിങ്ങിക്കൂടിയവര്. ഇന്ന് രാത്രിയില് ദൈവം നമുക്ക് നൽകുന്ന ഏതു വിടുതലും വചനാധിഷ്ഠിതമാണ്. വചനപ്രകാരമല്ലാത്തൊരു വിടുതല്, വചനത്തിൽ അധിഷ്ഠിതമല്ലാത്ത, വ്യവസ്ഥയില്ലാത്ത, ആ പ്രമാണത്തിന് പുറത്ത് ഉള്ളതായിട്ടുള്ള യാതൊരു നിലയിലും ഒരു വിടുതല് ഒരു മനുഷ്യന്റെ ജീവിതത്തിലും ദൈവികമായി പ്രാപിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ നമ്മൾ ശിഷ്യന്മാരായി തീർന്ന പത്രോസും കൂട്ടരും, അവരോടും ദൈവത്തിന്റെ വചനം യേശു കർത്താവ് സംസാരിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് രാത്രി നമ്മൾ ദൈവവചനത്തെ കൈക്കൊള്ളുമ്പോൾ, വചനമനുസരിക്കുമ്പോൾ, വചനത്തിനു വേണ്ടി ജീവിക്കുമ്പോൾ, കർത്താവിന്റെ വചനത്തെ ദൈവവചനമായി അംഗീകരിച്ചുകൊണ്ട് ദൈവവചന പ്രകാരം നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച്, ആമേൻ, കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന തിരുവചനങ്ങളെ പ്രാപിച്ച്, ആമേൻ, അത് ഏറ്റെടുത്ത് അതനുസരിച്ച് ആ വചനങ്ങളെ ഹൃദയത്തിനകത്ത് സംഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ആമേൻ ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കുവാൻ തയ്യാറായാൽ, ആമേൻ, നമ്മുടെ ജീവിതത്തിന്റെ ശൂന്യതകളെ മാറ്റുവാൻ ഇന്ന് രാത്രിയിലും നമ്മുടെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവിന്റെ അടുക്കലേക്ക് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവവചനം നമ്മൾ കേൾക്കണം. ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദൈവികമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയും. ആമേൻ, ദൈവിക വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വന്തമാക്കുവാൻ കഴിയും. ദൈവിക വാഗ്ദത്തങ്ങളെ നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. അതിലുപരിയായി ആമേൻ, ദൈവ വചനം നമ്മെ നയിക്കുന്നതാണ്, നമ്മെ പരിപാലിക്കുവാൻ, നമ്മെ സംരക്ഷിക്കുവാൻ,
അല്ലെങ്കിൽ പിശാചിനോട് ആമേൻ പോരാടി ജയിക്കുവാനുള്ള ആയുധമായിട്ട് ദൈവത്തിന്റെ വചനം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആമേൻ നമുക്ക് മുതൽക്കൂട്ടായിരിക്കുവാൻ തക്കവണ്ണം ഇടയാകും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ ദൈവവചനമാണ് എല്ലാറ്റിനും ഒന്നാം സ്ഥാനത്ത് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. വചനത്തിന് പ്രാധാന്യത കൊടുക്കണം, വചനത്തിന് മുൻസ്ഥാനം കൊടുക്കണം. ദൈവവചനത്തെ പുറകിലെറിയരുത്. പ്രമാണത്തിന് വേണ്ടി നിൽക്കുവാൻ, വചനത്തിന് വേണ്ടി നിൽക്കുവാൻ ഞാൻ നിങ്ങളും തയ്യാറാകുന്നു എങ്കിൽ ഏത് കാലഘട്ടത്തിലും ദൈവവചനത്തിന് വേണ്ടി നിൽക്കുന്നവരെ ശോധനകൾ വന്നാലും പ്രതികൂലങ്ങൾ വന്നാലും തലകുനിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവം അവരെ കരകയറ്റുവാൻ തക്കവണ്ണം ഇടയാകും. സ്തോത്രം. നോക്കുക, ദൈവവചനം കേൾക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 37 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, പത്രോസ് എഴുന്നേറ്റ് ദൈവവചനം സംസാരിക്കുമ്പോൾ അവിടെ കടന്നു വന്ന അല്ലെങ്കിൽ അത് കേട്ടവരുടെ ഹൃദയത്തിനകത്ത് എന്ത് ചെയ്തു? കുത്തുകൊള്ളുവാൻ തക്കവണ്ണം ഇടയായി. അപ്പൊ ദൈവവചനം അവരുടെ ഹൃദയത്തിനകത്ത് കുത്തുകൊണ്ടപ്പോൾ ജനം എന്ത് ചെയ്തു? മാനസാന്തരപ്പെടുവാനിടയായി. അങ്ങനെ ആദ്യ സഭയില് 3000 പേരെന്ത് ചെയ്തു? ദൈവവചനം കേട്ട് വചനം അവരുടെ ഹൃദയത്തിനകത്ത് കുത്തുകൊണ്ടപ്പോൾ ആ വചനത്തിൻ്റെതായ കുത്തേറ്റവരെല്ലാം അവരെന്ത് ചെയ്തു? മാനസാന്തരപ്പെട്ട്, സ്നാനപ്പെട്ട്, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച്, വേർപെട്ട് അവരെന്ത് ചെയ്തു? ആ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് അവര് വേർതിരിയപ്പെടുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിലും ദൈവവചനത്തെ നമ്മൾ കൈക്കൊണ്ടാൽ, ദൈവവചനത്തെ നമ്മൾ സ്വീകരിക്കുവാൻ തയ്യാറായാൽ, ദൈവവചനത്തിന് വേണ്ടി നമ്മൾ മുന്നേറുവാൻ തയ്യാറായാൽ നമ്മുടെയും ജീവിതം അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ആകയാൽ അവിടെ നമ്മൾ വായിക്കുന്നത് പോലെ കുത്തുകൊണ്ടപ്പോൾ വചനം അവരുടെ ഹൃദയത്തിനകത്ത് കുത്തുവാനിടയായി. കുത്തുകൊണ്ടു എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ പാപബോധമുണ്ടായി. അവരുടെ ഉള്ളിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള ബോധം അവരുടെ ഉള്ളിൽ വന്നപ്പോൾ അവർ മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. അപ്പോൾ വചനം കേൾക്കുമ്പോൾ ഒന്നാമതായി വചനം കേൾക്കുന്നവരിൽ എന്തുണ്ടാകുന്നു? കുത്തുകൊള്ളപ്പെടുവാനിടയാകുന്നു. രണ്ടാമതായി അതിന്റെ 10-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ 10-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും നമുക്ക് കാണുവാൻ കൊർന്നല്യോസിന്റെ വീട്ടിൽ നടക്കുന്ന ഒരു പ്രത്യേക കാര്യം നമുക്ക് അവിടെ കാണുവാൻ. പത്രോസ് അവിടെയും ദൈവവചനം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന എല്ലാവരുടെ മേലും എന്തു വന്നു? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരിൽ കടന്നു വരുവാനിടയായി. അവർ അന്യഭാഷകളിൽ സംസാരിക്കുവാനിടയായി. അപ്പോൾ ദൈവവചനം നാം കേൾക്കുമ്പോൾ, ദൈവവചനം നമ്മൾ കൈക്കൊള്ളുമ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് പ്രവഹിക്കപ്പെടുവാനിടയാകുന്നത്. ആത്മാവിന്റെ നിറവ് പ്രാപിക്കുന്നത് അപ്പോഴാണ്. അവിടെയാണ് നാം ദൈവത്തെ ആരാധിക്കുവാൻ നമ്മെ നിയോഗിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. അപ്പോഴാണ് അന്യഭാഷകളിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനായി ഇടയാകുന്നത്. ഇന്ന് അന്യഭാഷകളെ പരിഹസിക്കുന്നവരും അതിനെ കളിയാക്കുന്നവരും അതിൽ നിന്നുപോയി എന്നൊക്കെ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും വിശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ യഥാർത്ഥമായി ദൈവത്തിന്റെ വചനം ഒരു വ്യക്തി ഗ്രഹിക്കുവാൻ, അത് കേൾക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തില് ദൈവത്തിന്റെ വലിയ ആത്മാവിന്റെ പകർച്ച അവന്റെ മേൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. അപ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കടന്നു വരുന്നു. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്കറിയാം ലുദിയ എന്ന് പറയുന്ന ഒരു സഹോദരിയെ കുറിച്ച് നമ്മൾ അവിടെ കാണുന്നു. അവിടെ ലുദിയെ കുറിച്ച് പറയുന്നത് കർത്താവ് അവരുടെ ഹൃദയത്തെ എന്ത് ചെയ്തു? തുറന്നു കൊടുത്തു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. എന്തിനാ തുറന്നു കൊടുത്തത്? ദൈവത്തിന്റെ വചനം കേൾക്കേണ്ടതിന്. അപ്പോൾ ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ എന്ത് ചെയ്യും? തുറക്കപ്പെടുവാനിടയാ. കല്ലായിട്ടുള്ള ഹൃദയം മാറും. സ്തോത്രം. ഇരുണ്ട ഹൃദയങ്ങൾ മാറും. പാപം നിറഞ്ഞ മത്സര ഹൃദയങ്ങൾ മാറി ദൈവത്തെ അനുസരിക്കുവാനുള്ള നല്ല ഹൃദയത്തിന്റെ ഉടമയായി തീരുവാൻ ദൈവവചനത്തിന് ശക്തിയുണ്ട്. ലുദിയായുടെ ഹൃദയത്തെ ദൈവവചനത്താൽ തുറക്കപ്പെട്ടു എങ്കിൽ ഒടുവിൽ അവരുടെ ഭവനത്തിനകത്തൊരു ദൈവസഭ രൂപപ്പെടുവാൻ തക്കവണ്ണമിടയായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിന്റെ വചനത്തെ നമ്മൾ ഉപേക്ഷിക്കരുത്. അതിനെ നമ്മൾ കൈക്കൊള്ളുന്നവരായിരിക്കണം. അതുപോലെ തന്നെയാണ് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിന്റെ ശിഷ്യന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. അവര് എന്താ പറയുന്നത്? സ്തോത്രം. അവൻ ഞങ്ങളോട് സംസാരിച്ച
ആ തിരുവഴുത്ത് അത് ഞങ്ങൾ പോകുന്ന വഴിയിൽ ഞങ്ങളുടെ ഹൃദയത്തില് അത് കത്തിക്കൊണ്ടിരുന്നു. അത് കത്തുവാനിടയാ. കർത്താവ് പറഞ്ഞ അരുളപ്പാട്, കർത്താവിന്റെ വചനം അവരുടെ ഹൃദയത്തിനകത്ത് എന്ത് ചെയ്തു? കത്തുവാൻ തക്കവണ്ണം ഇടയായി. ആത്മാവിന്റെ സാന്നിധ്യം അവരുടെ ഉള്ളിൽ ഇറങ്ങി വന്നു. അതിന്റെ പൊരുൾ അവർ ഓർത്തപ്പോൾ, യേശു പറഞ്ഞതിന്റെ അർത്ഥം അവർ മനസ്സിലാക്കിയപ്പോൾ, അല്ലെങ്കിൽ യേശു പറഞ്ഞ വചനത്തിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞപ്പോൾ, ശിഷ്യന്മാർ പറയുകയാണ്, ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് അത് കത്തുവാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് ദൈവവചനം കേൾക്കുമ്പോൾ കത്തുന്നതിന് പകരം പലരും കരിഞ്ഞു പോകാറുണ്ട്. എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ പാപബോധം അവരിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. പാപം ചെയ്യുന്നവര് പാപത്തിൽ രസിച്ച് പാപമംഗലമായ ജീവിതം നയിക്കുമ്പോൾ വചനം അവർക്ക് ഇഷ്ടമല്ല, വചനം അവർക്ക് താല്പര്യമില്ല. വചനത്തിലില്ലാത്ത കാര്യങ്ങൾ അവർ വളരെ ആഗ്രഹത്തോടും ആകാംക്ഷയോടും കൈക്കൊള്ളുവാനായി അവർ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ദർശനങ്ങളും ദൂതുകളും പ്രവചന ശബ്ദങ്ങളും അത് നല്ലതാണോ തീയതാണോ എന്ന് തിരിച്ചറിയാതെ, അതിനെ വിവേചിക്കാതെ മനുഷ്യൻ അതിന്റെ മുമ്പിൽ എന്ത് ചെയ്യുകയാണ്? തലവണക്കുകയാണ്. എന്നാൽ അത് മാത്രമല്ല, ഇന്ന് ദൈവസഭകളില് ദൈവവചനം കുറവാണ്. ഏലിയുടെ കാലത്ത് വചനം ദുർലഭമായിരുന്നത് പോലെ ഇന്നത്തെ ആത്മീക കൂട്ടായ്മകളില് സഭകളില് ഒന്നും വചനമില്ല. അവിടെയെല്ലാം അത്ഭുത പ്രഹസനങ്ങളും അടയാളങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ മറ്റുള്ളവരെ വാദോരാത്തതായ സാക്ഷ്യവാചകങ്ങളൊക്കെയാണ് ഇങ്ങനെ പ്രകമ്പനം കൊണ്ട് നിൽക്കുന്നത്. ദൈവവചനത്തിന് സ്ഥാനമില്ല. ഒരു കാലഘട്ടത്തില് സുവിശേഷ യോഗങ്ങളിലും ആത്മീയ കൂട്ടായ്മകളിലും വചനത്തിന്റെ ശബ്ദം മുഴങ്ങുമായിരുന്നു. അത് അനേകരെ പാപത്തിൽ നിന്ന് ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവരാക്കി മാറ്റി ദൈവത്തിങ്കിലേക്ക് അവരെ കൊണ്ടുവരുമായിരുന്നു. എന്നാൽ ഈ കാലഘട്ടം അതിന് വിരോധമായിരിക്കുന്ന, ദൈവവചനം ദുർലഭമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരുപക്ഷെ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ച് കേട്ട് കഴിഞ്ഞാൽ സ്തോത്രം, ഒരു സഭായോഗമൊക്കെ കഴിഞ്ഞ് അവരെ പുറത്തിറങ്ങിയാൽ അവർക്ക് പറയാൻ പറ്റത്തില്ല, ഇന്ന് കേട്ട ദൈവവചനം എന്റെ ഹൃദയത്തിനകത്ത് കത്തിയെന്ന് പറയാൻ കഴിയുകയില്ല. അതിന് പകരം എന്ത് ചെയ്യും? അവർ വഴിയെ പലരോടും ഇതിനെ കത്തിച്ച് കൊണ്ടുപോകും. സ്തോത്രം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുക. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വചനം നമ്മുടെ അകത്തു വന്നു കഴിഞ്ഞാൽ നമുക്ക് അകത്തൊരു കത്തലുണ്ടാകണം. സ്തോത്രം. നമ്മൾ ലോകത്തിന് പ്രകാശം കൊടുക്കുന്നവരായി മാറണം. അകത്തു മാത്രം വെളിച്ചം ഒതുങ്ങിയാൽ പോരാ. കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നു, എന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അങ്ങനെ ആ ദൈവ വചനം ഒരു വിളക്ക് പോലെ നമ്മുടെ ഹൃദയത്തിനകത്ത് പ്രകാശിക്കേണ്ടത് ആവശ്യമായിരിക്കുകയാണ്. സ്തോത്രം. ആ വിളക്ക് പ്രകാശിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കുറവുകളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. വെളിച്ചം നമ്മളിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെതായ നിലവാരങ്ങളെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നത്. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ ഒരു സഹോദരി വിളക്ക് തെളിയിച്ച് എന്ത് ചെയ്തു? വീടെല്ലാം അടിച്ചുവാരി ശുദ്ധീകരിക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. നോക്കുക, വിളക്ക് തെളിയുമ്പോഴാണ് അടിച്ചു വാരേണ്ടിയതിന്റെ ആവശ്യകതകള് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അടിച്ചുവാരുക എന്ന് പറഞ്ഞാൽ അതൊരു ശുദ്ധീകരണത്തെ കാണിക്കുകയാണ്. നോക്കുക, അതിനെ അടിച്ചുവാരി ശുദ്ധിയുള്ളതാക്കി മാറ്റിയപ്പോൾ അവിടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതിനെ അവൾക്ക് മടക്കി ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി. സ്തോത്രം. നമ്മൾ വെളിച്ചമില്ലാതെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. നമ്മൾ ഏതവസ്ഥയിലായിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയുവാൻ കഴിയണമെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതത്തിനകത്ത്, ഹൃദയത്തിനകത്ത് ദൈവവചനത്തിന്റെ പ്രകാശം വെളിപ്പെടേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഇവിടെ ആ സഹോദരി എന്ത് ചെയ്തു? അവൾ വിളക്ക് കത്തിച്ചു, അവിടെ അടിച്ചു വാരി. വിളക്ക് കത്തിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി അവിടെ ഇവിടെ എല്ലാം എന്ത് ചെയ്തിരിക്കുക? വേസ്റ്റുകളും അഴുക്കുകളും ചവറുകളും ചപ്പുകളും ഇങ്ങനെ കൂടിക്കിടക്കുകയാണ്. ഇതെല്ലാം അവൾക്ക് അടിച്ചു വാരുവാൻ തക്കവണ്ണം ഇടയാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര്, ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് തളം കെട്ടി നിൽക്കുന്ന സ്തോത്രം ഒളിഞ്ഞു കിടക്കുന്ന അശുദ്ധികളും പാപക്കറകളും മാലിന്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ലൈറ്റ് ഇല്ലാതെ കണ്ണാടിയിൽ
മുഖം നോക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണ്. ഹൃദയത്തിനകത്ത് ദൈവവചനത്തിന് പ്രകാശമില്ലാതെ അവൻ സ്വയം അവന്റെ കുറവുകളെ നോക്കുന്നത്. എന്നാൽ ആവർത്തന പുസ്തകം 23:14 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അവിടെ എന്താണ് വായിക്കുന്നത്? നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിന്റെ മധ്യേ നടക്കുന്നു. നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം. എന്തിനാ ദൈവം നമ്മുടെ മധ്യത്തിൽ നടക്കുന്നത്? എന്തിനാ ദൈവം നമ്മുടെ അടുക്കൽ വരുന്നത്? ദൈവത്തിന് നമ്മെ രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. 2, നമ്മുടെ ശത്രുവിനെ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരണം. അല്ലെങ്കിൽ ശത്രുവിന്റെ മുമ്പിൽ പരാജയപ്പെടുകയല്ല, ആ ശത്രുവിന്റെ മുമ്പിൽ ജയമുള്ളവരായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിന് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? ദൈവത്തിന് നമ്മുടെ പാളയത്തിന്റെ മധ്യേ നടക്കണം. ദൈവത്തിന് നമ്മുടെ മധ്യത്തിൽ നടക്കണം. എന്തിനു വേണ്ടിയാ? നമ്മെ രക്ഷിക്കുവാൻ. നമ്മെ ശത്രുവിന്റെ കരങ്ങളിൽ അകപ്പെടാതെ വണ്ണം നമ്മെ സംരക്ഷിക്കുവാൻ. കർത്താവ് പറയുകയാണ്, ഹോവിയാകുന്ന ദൈവം അരുളി ചെയ്യുകയാണ് മോശയിലൂടെ, മോശേ ഈ ജനത്തോട് നീ പറ, എനിക്ക് പാളയത്തിന്റെ മധ്യത്തിൽ നടക്കണം. എന്റെ ജനത്തെ രക്ഷിപ്പാൻ, എന്റെ ജനത്തെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കാതിരിക്കേണ്ടതിന് അതിന് പാളയത്തിനകത്ത് എന്ത് പാടില്ല? നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട്, അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം. ഞാൻ പറയട്ടെ, വചനമെന്ന പ്രകാശം, വചനത്തിന്റെ വെളിച്ചം, വചനത്തിന്റെ പ്രകാശം നമ്മുടെ ഹൃദയത്തിനകത്ത് അത് ശോഭയുള്ളതായി മാറുമ്പോൾ നമ്മുടെ ജീവിതത്തില് എന്ത് സംഭവിക്കും? അശുദ്ധികളെ കാണുവാൻ തക്കവണ്ണം ഇടയാകും. വചനം നമ്മെ പഠിപ്പിക്കുന്നത് തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആര്? നാം നമ്മുടെ കുറവുകളെ കാണണം. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ കുറവുകളെ കാണുന്നവരാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? നമ്മൾ ഇരുട്ടത്താണ്. നമ്മൾ വെളിച്ചമില്ലാതെ ഇരുണ്ട ഹൃദയത്തോടെ നമ്മളായിരിക്കുകയാണ്. നമ്മൾ ഇരുട്ടത്താണ്, വെളിച്ചമില്ലാത്തടത്താണ്. വചനമെന്ന വെളിച്ചം നമ്മൾ പ്രകാശിക്കുന്നില്ല. വചനത്തിന്റെ ശോഭ നമ്മുടെ ഉള്ളിൽ വരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ കുറവുകളെ കുറവായി കാണുവാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മളെപ്പോഴും കാണുന്നത് മറ്റുള്ളവരുടെ കുറവുകളാണ്, മറ്റുള്ളവരുടെ ദോഷങ്ങളാണ്, മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ തിന്മകളാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? മറ്റുള്ളവർ വെളിച്ചത്തിൽ നിൽക്കുന്നത് കൊണ്ട് അവരുടെ കുറവുകളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. നാം ഇരുട്ടത്തായതുകൊണ്ട് നമുക്ക് നമ്മുടെ കുറവുകളെ കാണുവാൻ കഴിയുന്നില്ല. പ്രവാചകനാകുന്ന യെശയ്യാവ് ഉയർന്നു പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിലിരിക്കുന്ന ആ തേജസ്സേറിയ ദൈവത്തെ കണ്ടപ്പോൾ താൻ നിലവിളിച്ചു പറയുകയാണ്, ഞാൻ അശുദ്ധനായ ഒരു മനുഷ്യനായി ഞാൻ ഇവിടെ ആയിരിക്കുന്നു എന്ന് സ്വയം അവന്റെ ജീവിതത്തെ കുറിച്ച് അവനെ കാണുവാൻ തക്കവണ്ണം ഇടയാ. അതുവരെ അവൻ പറഞ്ഞത്, ഇസ്രായേലേ നിനക്ക് അയ്യോ കഷ്ടം, യെരൂശലേമേ നിനക്ക് അയ്യോ കഷ്ടം, മറ്റുള്ളവരോടെല്ലാം അയ്യോ നിനക്ക് കഷ്ടമാണ്, നിനക്ക് അയ്യോ കഷ്ടമാണെന്ന് പറഞ്ഞ് പ്രവചിച്ച ആ പ്രവാചകൻ ദൈവത്തിന്റെ വെളിച്ചത്തിന്റെ മുൻപാകെ അവനെ ഒന്ന് കാണുവാൻ കഴിഞ്ഞപ്പോൾ അവൻ നിലവിളിക്കുകയാണ്, അയ്യോ ഞാൻ അശുദ്ധനായ മനുഷ്യനെന്ന്. അതെ, ഇന്ന് രാത്രിയില് ദൈവ വചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തില് അത് വെളിച്ചമുള്ളതായി മാറണം. ദൈവത്തിന്റെ തേജസ് നമ്മുടെ ഉള്ളിലേക്ക് വരണം. മറ്റുള്ളവരുടെ കുറവുകളെ കണ്ട് അവരെക്കാൾ ഞാൻ മിടുക്കനാണ് എന്ന് സ്വയം പറയുകയല്ല. മറ്റുള്ളവരുടെ കുറവുകളെ കാണുവാൻ കഴിഞ്ഞില്ല എങ്കിലും നാം നമ്മുടെ കുറവുകളെയാണ് ഒന്നാമതായി കാണേണ്ടത്. അതിനെ ക്രമീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, ഈ പത്രോസിന്റേതായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അവസാനം പത്രോസ് പറയുന്നുണ്ട്, അയ്യോ കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാണ്. അതിന്റെ 8ാമത്തെ വാക്യത്തിൽ ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണ്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ. ദൈവത്തിന്റെ വചനം അവന്റെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചു. അവൻ ആരാണ്, എന്താണ് എന്നുള്ളത് അവനെ കുറിച്ച് അവന് മനസ്സിലാക്കുവാനായി കഴിഞ്ഞു. ആ നിമിഷം ആ വചനത്തിന്റെ ശക്തിയാൽ ആ പത്രോസ് പറയുകയാണ്, ഞാൻ പാപിയാണ്. വലിയൊരു മീൻകൂട്ടം കണ്ടിട്ടല്ല, സ്തോത്രം, വലിയ ഒരു അനുഗ്രഹം കണ്ടിട്ടല്ല, അല്ലെങ്കിൽ ഒരു അത്ഭുതം കണ്ടതുകൊണ്ടല്ല താൻ പറഞ്ഞത്, സ്തോത്രം, അത്ഭുതം ചെയ്യുന്ന കർത്താവിനെ കണ്ടതുകൊണ്ടല്ല, താൻ കേട്ട ദൈവത്തിന്റെ വചനം അവന്റെ ഹൃദയത്തിനകത്ത് ക്രിയ ചെയ്തപ്പോൾ പത്രോസ് പറയുകയാണ്, ഞാൻ പാപിയായ മനുഷ്യനാണ്. പാപബോധമുണ്ടായി. ഇന്ന് രാത്രിയില് സ്തോത്രം, ദൈവവചനം കേൾക്കുമ്പോൾ ഒന്നാമത് അനുഗ്രഹമല്ല വരേണ്ടത്, ഒന്നാമത് നമ്മുടെ ജീവിതത്തില് പാപബോധം ഉണ്ടാകണം.
ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പാപബോധമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ആമേൻ. ഇവിടെ ഇതാ പത്രോസിന്റെ ജീവിതത്തിൽ ആമേൻ അവന് പാപബോധം ഉണ്ടാകുവാൻ തക്കവണ്ണമിടയായി. ഇന്ന് രാത്രിയിൽ ആമേ വിശദമായ ഒരു ചിന്തയിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതിന്റെ അടുത്ത ഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ആമേ രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ആമേൻ വല കഴുകുന്ന ആമേൻ കൂട്ടരെയാണ്. സ്തോത്രം. എന്തിനാ ഇവര് വല കഴുകുന്നത്? ആമേൻ. അവരോട് ചോദിക്കാം നമുക്ക്, നിങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചവരല്ലേ? നിങ്ങൾ രാത്രി മുഴുവനും വല ഇറക്കിയിട്ട് എന്തെങ്കിലും ഒരു ആമേൻ നന്മ നിങ്ങൾക്ക് ആമേൻ അതിൽ നിന്നുണ്ടായോ? ഇല്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ആമേൻ വല കഴുകുന്നത് എന്ന് ചോദിച്ചാൽ ആമേൻ ആമേൻ അവർക്ക് പറയുവാൻ ചില വാക്കുകളില്ലായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, എന്തിനാ ഇവർ വല കഴുകുന്നത്? ആമേൻ നാം എന്തിനാ നമ്മെ ഒന്ന് ശുദ്ധീകരിക്കുന്നത്? അല്ലെങ്കിൽ ആമേൻ നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയില്ല, നമ്മുടെ ജീവിതത്തിൽ ആമേൻ നമ്മൾ ആഗ്രഹിക്കുന്നതായ നിലകളിൽ എത്തിപ്പെടുവാൻ കഴിയാതെ പരാജയപ്പെട്ടവരായി ശൂന്യതയിലേക്ക് നമ്മൾ എത്തപ്പെട്ടു. ആമേൻ. കാര്യം ശരിയാ. പക്ഷെ എന്തിനാ പിന്നെ ഒരു ശുദ്ധീകരണത്തിന്റെ ആവശ്യമെന്ന് ചോദിച്ചാൽ ആമേൻ ഇവർ വല വീശി, രാത്രി മുഴുവനും ഇവർ വല വീശി, ഇവർ രാത്രി മുഴുവനും വല വീശി ആമേൻ എന്താ ആമേൻ അവർ വല കഴുകിയത്? ആമേൻ അവർ വല വീശിയപ്പോൾ യേശു എന്തില്ലായിരുന്നു? അവിടെ ഇല്ലായിരുന്നു. സ്തോത്രം. ആമേൻ. നോക്കുക, യേശു ആമേൻ ഇല്ലാതെ ആണ് ഇവർ രാത്രി മുഴുവനും എന്ത് ചെയ്തത്? വല വീശുവാൻ തക്കവണ്ണമിടയായത്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുന്ന സകല വ്യക്തികളോടും എനിക്ക് പറയുവാനുള്ളത്, യേശു ഇല്ലാതിരുന്ന കാലം നമ്മുടെ ജീവിതത്തിൽ വന്നതായ മാലിന്യങ്ങൾ, അശുദ്ധികള്, പാപത്തിൻ്റെതായ കറകള്, പാപമംഗലമായ അനുഭവങ്ങള്, വേണ്ടാത്ത സ്വഭാവങ്ങള്, സ്തോത്രം, നമ്മുടെ ജീവിതത്തിലേതായ വന്നുകയറിയതായ ദുർനടപ്പ്, അശുദ്ധി, തുടങ്ങിയതായ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് നമുക്ക് മാറിക്കിട്ടണം. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. യേശു ഇല്ലാതിരുന്നപ്പോൾ ആ വലയിൽ കയറിയ പലവിധമായ അശുദ്ധികളുണ്ട്. പലവിധമായ ക്ഷുദ്രജീവികൾ അതിനകത്തുണ്ട്. പലവിധമായ മാലിന്യങ്ങൾ ആ വലയ്ക്കകത്ത് കുടുങ്ങിയിട്ടുണ്ട്. സ്തോത്രം. മുള്ളുകൾ പോലുള്ള ചിലത് അതിനകത്ത് കുരുങ്ങിയിട്ടുണ്ട്. ശാപകരമായ ചിലത്, അശുദ്ധിയായ ചിലത്, ഉപദ്രവകാരികളായ ചില ക്ഷുദ്രജീവികളൊക്കെ ഈ വലയ്ക്കകത്ത് കുടുങ്ങിയിട്ടുണ്ടാകാം. എന്നാൽ സ്തോത്രം, നന്മ വെളിപ്പെടേണ്ടതിന് പകരം അനുഗ്രഹങ്ങൾ അതിനകത്ത് പ്രാപിക്കേണ്ടതിന് പകരം ആ വലയ്ക്കകത്ത് കുരുങ്ങിയ മാലിന്യങ്ങളും അശുദ്ധി നിറഞ്ഞ അനുഭവങ്ങളും സ്തോത്രം, പ്രതികൂലവും ശാപവും നിറഞ്ഞ അവസ്ഥകള്, ക്ഷുദ്രജീവികളെ കൊണ്ട് നിറയപ്പെട്ട അവസ്ഥകളല്ല അവരെന്ത് ചെയ്യുകയാണ്? അവർ കഴുകുവാൻ തക്കവണ്ണമിടയായി. ഇന്ന് രാത്രി യേശു ഇല്ലാതിരിക്കുമ്പോൾ ജീവിതമാകുന്ന വലയില് കുടുങ്ങുന്നതായ ജഡത്തിന്റെ സ്വഭാവങ്ങള്, പാപത്തിൻ്റെതായ പ്രവൃത്തികള്, ലോകത്തിൻ്റെതായ ഇച്ഛകള്, ലോകത്തിൻ്റെതായ ചിന്തകള്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? കർത്താവ് നമ്മിൽ വന്നാൽ ഇവയെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? കഴുകുവാൻ നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ. സ്തോത്രമല്ലാതെ ഈ ലോകത്തിന്റെ മാലിന്യങ്ങൾ നമ്മുടെ ജീവിതമാകുന്ന വലയിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ, ജഡത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതമാകുന്ന വലയിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ ലോകമോഹവും അതിൻ്റെതായ ലോകത്തിൻ്റെതായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങള്, സ്തോത്രം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരു കോണിൽ ഒതുങ്ങിക്കിടക്കുമ്പോൾ ഒരിക്കലും ദൈവീക നന്മകളെ ആ വലയ്ക്കകത്ത് പ്രാപിക്കുവാൻ, അതിനെ കയറ്റുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് സ്തോത്രം, യേശുവില്ലാതിരുന്ന ജീവിതം, യേശുവില്ലാതിരുന്നപ്പോഴുള്ള നമ്മുടെ ജീവിതം, നമ്മുടെ പഴയ ജീവിതം, നമ്മുടെ പഴയ നടത്തുകള്, പഴയ സംസാരങ്ങള്, പഴയ പ്രവൃത്തികള്, പഴയ ജീവിത ശൈലികള്, ഇതിലെല്ലാം നമ്മൾ മാറ്റം വരുത്തണം. സ്തോത്രം. അതിനെ ഒന്ന് കഴുകുവാൻ നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ. യേശു നോക്കുമ്പോൾ സ്തോത്രം, അവർ ഉറങ്ങുകയല്ലായിരുന്നു. അവർക്ക് വേണമെങ്കിൽ ഉറങ്ങാം. രാത്രി മുഴുവനും അധ്വാനിച്ച അവശരായ ശിഷ്യന്മാർ ജീവിതത്തില് അധ്വാനിച്ചിട്ടും ഒന്നും ലഭിച്ചില്ല എന്ന് പറഞ്ഞ് അവർക്ക് വേണമെങ്കിൽ മടിയന്മാരായി, മടിപ്പുള്ളവരായിട്ട് അവർക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു കോണില് അവർ ഒതുങ്ങിക്കൂടാമായിരുന്നു. പക്ഷേ സ്തോത്രം, അവർ അതിന് തയ്യാറാകാതെ അവരുടെ ജീവിതത്തെ അവർ നന്നാക്കുവാൻ, അതിനെ കഴുകുവാൻ അവർ തയ്യാറായി. ഇന്ന് രാത്രിയില് നമ്മെ ഒന്ന് നന്നായി കഴുകുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകും. 51-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യത്തില് ഇസ്രായേലിന്റെ രാജാവായ ദാവീദ് പ്രസ്താവിക്കുന്ന ഒരു വാക്കുണ്ട്: എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യത്തെ പോക്കണമേ.
യേശുവിന്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. യേശുവിന്റെ രക്തം നമ്മുടെ സർവ്വ പാപങ്ങളെയും കഴുകുന്നതാണ്. സ്തോത്രം. ദാവീദ് പറയുന്നുണ്ട്, ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ എന്ന്. ദാവീദ് ഈ സോപ്പ് കൊണ്ട് ശുദ്ധീകരണം ആവശ്യപ്പെടുമ്പോൾ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന നാം ഓരോരുത്തരും യേശുവിന്റെ രക്തത്താൽ നമ്മൾ കഴുകൽ പ്രാപിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നാം അനുഗ്രഹിക്കപ്പെട്ടവരായി മാറണമെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിന് ഒരു കഴുകൽ ആവശ്യമാണ്, ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ഹല്ലേലൂയ. അതിനകത്തൊന്നും കയറിയില്ല, ഒരു മീന് പോലും കയറിയില്ല, അതിനൊരു ചെതമ്പൽ പോലും അതിനകത്തില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയല്ല. കയറിയാലും ഇല്ലെങ്കിലും യേശുവില്ലാതിരുന്ന സമയത്ത് ലോകമാകുന്ന സമുദ്രത്തിലേക്ക് നീ വീശിയ വലകൾ അതിൻ്റെതായ അശുദ്ധികൾ അതിനകത്ത് തങ്ങി നിൽക്കുമ്പോൾ ഒരിക്കലും ദൈവം ഒരുക്കുന്ന നന്മ നിന്റെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ കഴിയുകയില്ല. അത് നിന്റെ കുടുംബത്തിനകത്ത് കടന്നു വരുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ആ ദൈവം പറഞ്ഞത് സ്തോത്രം എന്താ? ഇസ്രായേലിനോട് പറഞ്ഞത്, നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും നിന്റെ ശത്രുക്കളെ നീക്കി തരുവാൻ, നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മധ്യത്തിൽ പാർക്കണം. ആകയാൽ എന്ത് ചെയ്യണമേ? സ്തോത്രം. വൃത്തികേട് നിന്റെ പാളയത്തിൽ പാടില്ല, അതിന് വിട്ടകലണമെന്ന് കർത്താവ് അരുളി ചെയ്യുവാൻ തക്കവണ്ണമിടയായി. ഹല്ലേലൂയ. സക്കായിയുടെ ജീവിതത്തിൽ യേശുവിനെ കണ്ടപ്പോൾ സക്കായി പറഞ്ഞത്, യേശു ഇല്ലാതിരുന്ന സമയത്ത്, യേശു എന്റെ വീട്ടിൽ വരുന്നതിന് മുൻപ്, യേശുവിനെ ഞാൻ അറിയുന്നതിന് മുൻപ് എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ചതിവായിട്ട് വാങ്ങിയിട്ടുണ്ട്. സക്കായി പറയുകയാണ്, യേശുവിനെ ഞാൻ കണ്ടു, യേശു എന്റെ വീട്ടിൽ വന്നു, യേശു എന്റെ ജീവിതത്തിൽ വന്നു, യേശു എന്റെ പടകിൽ, പത്രോസിനോട് ചേർന്ന് പറ, യേശു എന്റെ പടകിൽ വന്നു. സക്കായിയോട് ചേർന്ന് പറ, യേശു എന്റെ വീട്ടിൽ വന്നു. യേശു എന്റെ വീട്ടിൽ വന്നാൽ ഞാൻ ചതിവായി വാങ്ങിയത് ഞാൻ എന്റെ വീട്ടിനകത്ത് സൂക്ഷിക്കുകയല്ല, ഞാൻ അതിനെ 4 ഇരട്ടിയായി ഞാൻ അതിനെ മടക്കി കൊടുക്കും. അതാണ് യഥാർത്ഥമായ മാനസാന്തരം എന്നുള്ളത് ഇന്ന് രാത്രി നിങ്ങൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. നോക്കുക. സ്തോത്രം. ഇവിടെ ഇതാ ജീവിതത്തിൽ ഒന്നും നേടുവാൻ കഴിയാതിരുന്നിട്ടും, ജീവിതത്തിൽ ഒന്നും പ്രാപിക്കുവാൻ കഴിയാതിരുന്നിട്ടും, ആ രാത്രി എന്ന് പറയുന്നത് പത്രോസിന്റെ അതുവരെയുള്ള ജീവിതത്തിന്റെ കാലയളവാണ്. അതുവരെയുള്ള തന്റെ അധ്വാനത്തിൻ്റെതായ നാളുകളാണ്. അവിടെയൊന്നും തനിക്ക് ഒന്നും പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാനൊരു കാര്യം കൂടെ പറയാം. അവർ കിടന്നുറങ്ങാതെ അവർ അധ്വാനിപ്പാനിടയായി, അവർ വല കഴുകുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ അധ്വാനിക്കുന്നവരെ കർത്താവിന് ആവശ്യമുണ്ട്. സ്തോത്രം. ഒന്നും ലഭിച്ചില്ല എന്ന് പറഞ്ഞ് അവർ കിടന്നുറങ്ങാതെ അവരെന്ത് ചെയ്തു? അവർ അധ്വാനിപ്പാനിടയായി. അധ്വാനിക്കുന്നവനെയാണ് കർത്താവിന് ആവശ്യം. ഏലീശ 12 കാളയെ പൂട്ടി അതിൽ ഒരുവനായി താൻ കൂടെ നിന്ന് ഉഴുതുമറിക്കുമ്പോൾ ഏലീശായെ പ്രവാചകനായി ദൈവം വിളിക്കുവാനിടയാ. സഭയെ മുടിക്കുവാൻ അധികാരപത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് മടിയനായിരിക്കാതെ നാട് മുഴുവൻ ഓടി നടക്കുന്ന ശൗലിനെ, സഭ മുടിക്കുവാൻ നടന്ന ശൗലിനെ ഒരു അപ്പോസ്തലനാക്കി ദൈവം വേർതിരിക്കുവാൻ തക്കവണ്ണമിടയായി. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ദൈവിക അനുഗ്രഹങ്ങളും നന്മകളും നമ്മൾ പ്രാപിക്കണമെങ്കിൽ, ഒരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കണമെങ്കിൽ വചനം വിട്ട് വചനത്തിലൂടെ അല്ലാതെ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുകയില്ല. ആ വിടുതൽ നൽകുവാൻ കഴിയുന്ന ഒരുവൻ യേശു ക്രിസ്തു മാത്രമാണ്. ആ കർത്താവിന്റെ അടുക്കലേക്ക് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകൾ നീ അധ്വാനിച്ചിട്ടൊന്നും നേടിയില്ല. നിന്റെ അധ്വാനങ്ങൾ നഷ്ടപ്പെട്ടോ, നിന്റെ ജീവിത സന്തോഷങ്ങൾ നഷ്ടപ്പെട്ടോ, നിന്റെ കുടുംബത്തിൻ്റെതായ എല്ലാ നല്ല അവസ്ഥകളും പരാജയപ്പെടുവാൻ തക്കവണ്ണമിടയാ. ഒരു ശൂന്യത നിറയപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് നീ തള്ളപ്പെട്ടോ, നീ ഒറ്റപ്പെട്ടവനാ. ജീവിത ഭാരം പേറിക്കൊണ്ട്, അധ്വാന ഭാരം പേറിക്കൊണ്ട് കടബാധ്യതകൾ വന്നു. നിലയ്ക്കാത്ത കടബാധ്യതകൾ, നിലനിൽക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങള് ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചുകൊണ്ട് എങ്ങനെ മുൻപോട്ട് പോകാം എന്ന് നീ ചിന്തിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ കഴിയാത്തൊരു നിലവാരത്തിൽ തകർക്കപ്പെട്ടവനായി, പരാജയപ്പെട്ടവനായി, തകർക്കപ്പെട്ടവളായി ജീവിതത്തിൽ അർത്ഥം കാണുവാൻ കഴിയാതെ ഇന്ന് രാത്രി നീ ഭാരപ്പെടുന്നു എങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ യേശു കർത്താവ് കടന്നു വന്ന് നിൽക്കുന്നു എങ്കിൽ ഇന്ന് രാത്രി ചില വ്യക്തികളെ അവരുടെ വിഷയത്തിന്റെ മേൽ വിടുതലയക്കുവാൻ സർവശക്തനായ ദൈവത്തിന് ആഗ്രഹമുണ്ട്.
ഹല്ലേലൂയ, ആമേൻ. ഒരു പത്രോസിനെ തേടി ആ കടൽക്കരയിൽ യേശു വന്നതുപോലെ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന സഹോദര സഹോദരി, ആമേൻ, നിന്നെ തേടി നീ ആയിരിക്കുന്ന ഈ അവസ്ഥയില്, നീ ആയിരിക്കുന്ന ആമേൻ ബാക്ക്ഗ്രൗണ്ടില്, നീ ആയിരിക്കുന്ന ചുറ്റുപാടില്, ആമേൻ, നീ ഏത് അവസ്ഥയിലാണോ ആ അവസ്ഥയിൽ ഇന്ന് രാത്രിയിൽ എന്റെ കർത്താവ് ആമേൻ നിന്നെ തേടി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ രാത്രി നിന്റെ ജീവിതമാകുന്ന വല ഒന്ന് കഴുകുവാൻ തയ്യാറായാൽ, ആമേൻ, അതിനെ ഒന്ന് ശുദ്ധീകരിക്കുവാൻ തയ്യാറായാൽ, ലോകത്തിന്റെ മാലിന്യങ്ങള്, പാപമംഗലമായ ജീവിത അനുഭവങ്ങള്, ആമേ മദ്യപാന സ്വഭാവങ്ങള്, ആമേ പുകവലിയുടെ സ്വഭാവങ്ങള്, ആമേ ലഹരി പദാർത്ഥങ്ങൾക്ക് നീ അടിമയായിരിക്കുക. ആമേൻ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിത, ആമേൻ, അവയെല്ലാം കഴുകിക്കളഞ്ഞ് ആമേൻ നീ ഒരു പുതിയൊരു സൃഷ്ടിയ ദൈവ സന്നിധിയിലേക്ക് ഇന്ന് രാത്രിയില് ഒന്നുകൂടെ നീ സറണ്ടർ ആകുവാൻ തയ്യാറായ, ഒന്ന് സമർപ്പിക്കപ്പെടുവാൻ തയ്യാറായ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ആമേ, ഇതുവരെ കാണാത്തൊരു പെരുത്ത മീൻകൂട്ടം ആമേ സർവശക്തനായ ദൈവം ആമേ നിന്റെ ജീവിതത്തിന്റെ മുൻപാകെ ഒരുക്കുവാൻ പോകുന്നു എന്ന് ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ ആലോചന അറിയിക്കുകയാണ്. ഹല്ലേലൂയ, ആമേ, സ്തോത്രം. അവിടെ നമ്മൾ വായിക്കുന്ന കർത്താവ് അവരോട് സംസാരിപ്പാനിടയായി. കർത്താവ് അവരോട് സംസാരിച്ചുകൊണ്ട് എന്താ കർത്താവ് ചെയ്തത്? ശീമോനുള്ള പടകിൽ യേശു കയറുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. 2 പടക് അവിടെ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ മഹത്വം. 2 പടക് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആമേൻ 2 പടക് ആമേൻ ഉണ്ടായിട്ടും യേശു ആമേൻ ശീമോന്റെ പടകിൽ ആമേൻ കയറുവാൻ തക്കവണ്ണം ഇടയായി. സ്തോത്രം. ഒരേ സമയം 2 പടകിൽ കയറുവാൻ ആമേൻ സ്തോത്രം കർത്താവ് ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. ആമേൻ ഇരുമനസ്സുള്ളവൻ തന്റെ വഴികളിലൊക്കെ അസ്ഥിരൻ എന്ന തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ സംശയിക്കേണ്ട കാര്യമില്ല. ഇന്ന് രാത്രിയില് ആമേൻ നമ്മുടെ പടകിൽ യേശു വന്നിട്ടുണ്ട്. പത്രോസിന്റെ പടകില് യേശു കയറി. ആമേൻ. അവിടെ എന്നിട്ട് പത്രോസിനോട് യേശു പറഞ്ഞൊരു ഭാഗമുണ്ട്, കരയിൽ നിന്ന് അല്പം നീക്കണം. സ്തോത്രം. ആദ്യം യേശു പത്രോസിനോട് പറഞ്ഞ വാക്കാണ്, ആലോചനയാ. ആദ്യമേ ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു, ആമേ വലിയൊരു നന്മ നിനക്ക് തരാം എന്നല്ല കർത്താവ് പറഞ്ഞത്. അല്ലെങ്കിൽ പെരുത്തൊരു മീൻകൂട്ടം നിനക്ക് വേണ്ടി ഞാൻ ആമേ സംഗ്രഹിച്ചു വച്ചിട്ടുണ്ട്, ആമേ നീ ഒരു കാര്യം ചെയ്, നിന്റെ പടകിൽ എന്നെ കയറ്റുവാണെങ്കിൽ അത് തരാമെന്നല്ല പറഞ്ഞത്. യേശു പറഞ്ഞത്, ആമേൻ, യേശു ആ പടകിൽ കയറുവാൻ ആഗ്രഹിച്ച് പത്രോസിനോട് നിന്റെ പടകിൽ കയറട്ടെ എന്ന് പറയുമ്പോൾ പത്രോസ് പറഞ്ഞു, അങ്ങ് കയറുക. ആമേ കയറി കഴിഞ്ഞപ്പോൾ ആമേൻ ആ പടകിന്റെ നിയന്ത്രണം പത്രോസ് അല്ല, പിന്നെ അത് നിയന്ത്രിക്കുന്നത് യേശുവാണ്. സ്തോത്രം. നമ്മുടെ ജീവിതത്തില് കർത്താവിനെ കൈക്കൊള്ളുമ്പോൾ, കർത്താവിനെ ആമേ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ പിന്നെ നമ്മെ നിയന്ത്രിക്കേണ്ടത് നാം അല്ല. ആമേ പിന്നെ നമ്മെ നിയന്ത്രിക്കുന്നത് ഈ ലോകമല്ല. ലോകമോ ജഡമോ പിശാചോ നമ്മെ നിയന്ത്രിക്കുവാൻ നമ്മൾ അനുവദിക്കരുത്. ആമേ സ്തോത്രം. ആമേ സംഘടനകളല്ല നമ്മെ നിയന്ത്രിക്കേണ്ടത്. ആമേ നമ്മുടെ നായകനായിട്ട് ആരുണ്ട് ഉള്ളില്? യേശു നമ്മുടെ അകത്തുണ്ട്. സ്തോത്രം. എന്നാൽ യേശു പത്രോസിനോട് പറയുകയാണ്, ആമേ കരയിൽ നിന്നും അല്പം നീക്കണം. സ്തോത്രം. ആമേൻ. പത്രോസേ, ആമേൻ പടകില് ആമേൻ കരയുമായിട്ടൊരു ബന്ധമുണ്ട്. ആമേൻ യേശു കയറിയാൽ ആമേൻ പിന്നെ കരയുമായിട്ടുള്ള ബന്ധം ഒരിക്കലും പാടില്ല. അതിന്റെ അർത്ഥം ലോകവുമായിട്ടുള്ള ബന്ധം, ലോകത്തോട് ഇഴുകിച്ചേരുക. നമ്മൾ ലോകത്തിലാ ജീവിക്കുന്നതെങ്കിലും നമ്മൾ ലോകക്കാരല്ല, ലോകക്കാരായിരുന്നു മുമ്പേ. എന്നാൽ യേശു കർത്താവ് നമ്മെ വീണ്ടെടുത്തതിനാൽ യേശുവിനെ അംഗീകരിക്കുമ്പോൾ, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ പിന്നെ നമ്മൾ ഈ ലോകക്കാരല്ല. ആമേ നാം ഈ ലോകത്തിലാണെങ്കിലും നാം ഈ ലോകക്കാരല്ല. ആമേ നമ്മൾ ആമേ കർത്താവിന്റെ മക്കളാണ്. സ്തോത്രം. അതുകൊണ്ട് യേശുവിനെ കൈക്കൊണ്ടാൽ, യേശുവിനെ അംഗീകരിച്ചാൽ, യേശു നമ്മുടെ പടകിൽ കയറിയാൽ ആമേ സ്തോത്രം എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പക്ഷേ കർത്താവ് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, പടകിനെ കരയിൽ നിന്ന് നീക്കുക. ഇന്ന് രാത്രി ലോകവുമായിട്ടുള്ള ബന്ധം, പകുതി ലോകം പകുതി ദൈവം, അതൊക്കെ ഇല്ല. സ്തോത്രം. ആമേൻ. അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. പകുതി ലോകം പകുതി സഭ, അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. അശുദ്ധിയും വിശുദ്ധിയും അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. ആമേ സ്തോത്രം. ലോകം പകുതി ദൈവം പകുതി, സഭ പകുതി ലോകം പകുതി, അതൊക്കെ ഇല്ല. ദൈവത്തിന് പകുതി പിശാചിന് പകുതി ഒക്കെ ഇല്ല. ആമേ സ്തോത്രം. കാരണം നമ്മുടെ മേലെഴുത്ത സ്വരൂപവും ദൈവത്തിൻ്റെതാണ്. സ്തോത്രം. ആമേൻ. അത് ദൈവത്തിൻ്റെതാകയാൽ നമ്മെ ദൈവത്തിന് കൊടുത്തേ മതിയാവുകയുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ യേശുവിനെ അറിഞ്ഞാൽ, യേശുവിനെ സ്വീകരിച്ചാൽ
ധിക്കരിച്ചാൽ പിന്നെ ലോകവുമായിട്ടുള്ള ബന്ധം പാടില്ല. അതുകൊണ്ട് ലോകക്കാരെ കാണുമ്പോൾ മിണ്ടരുതെന്നോ ലോകം വിട്ടു പോകണമോ എന്നുള്ള അർത്ഥത്തിലല്ല. ലോകത്തിന്റെ മാലിന്യങ്ങൾ, ലോകത്തിൻ്റെതായ ലൗകികമായ സുഖ സൗകര്യങ്ങള്, ലോകത്തിന്റെ പ്രതാപങ്ങള്, ജാതീയമായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങള്, ഇതിൽ നിന്നെല്ലാം നമ്മുടെ ജീവിതമാകുന്ന പടകിനെ ഒരല്പം നീക്കി നാം കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നാം വിട്ടുകൊടുക്കുവാൻ തയ്യാറായാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, സ്തോത്രം, നിന്റെ പടകിൽ യേശു കയറിയിട്ടുണ്ട് എങ്കിൽ കർത്താവിന്റെ വാക്കിന്റെ മുൻപാകെ ഇന്ന് രാത്രി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ. നോക്കുക, ഇവിടെ സ്തോത്രം നീക്കാൻ പറഞ്ഞപ്പോൾ അത് നീക്കുവാൻ തക്കവണ്ണമിടയാ. അടുത്ത സന്ദേശം കർത്താവ് കൊടുക്കുക. എല്ലാം ഒന്നിച്ചല്ല കർത്താവ് പറയുന്നത്. സ്തോത്രം, ഓരോന്നോരോന്നായി ഒന്നനുസരിക്കുമ്പോൾ അടുത്തത് പറയും, അതനുസരിക്കുമ്പോൾ അടുത്തതിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരും. സ്തോത്രം. ആദ്യം യേശു വചനം, കോമണായി വചനം പ്രസ്താവിച്ചു. രണ്ടാമത് യേശു എന്ത് ചെയ്തു? അവന്റെ പടകിലേക്ക് കയറുവാൻ ആഗ്രഹിച്ചു. മൂന്നാമതായി യേശു എന്ത് ചെയ്തു? അവനോട് പടകിനെ കരയിൽ നിന്ന് നീക്കുവാൻ ആവശ്യപ്പെട്ടു. അടുത്ത യേശു എന്താ പറയുന്നത്? സ്തോത്രം, കർത്താവ് പത്രോസിനോട് എന്താ പറഞ്ഞത്? സ്തോത്രം, ആഴത്തിലേക്ക് വലയിറക്കുക. അവിടെ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, രാത്രി മുഴുവനും അധ്വാനിച്ചു. ഞാൻ അവശനാണ്, ഞാൻ ക്ഷീണിതനാണ്, എന്നിട്ട് അതുകൊണ്ട് ഞാൻ വല ഇറക്കത്തില്ല, ഈ വലയും കൊണ്ട് ഞാൻ പോകാൻ പോകുന്നു എന്നൊന്നും പത്രോസ് പറഞ്ഞില്ല. പത്രോസ് എന്താ പറഞ്ഞത്? ഞാൻ ക്ഷീണിതനാണ്, ഞാൻ ബലഹീനനാണ്. അതാണ് അതിന്റെ അവിടുത്തതായ ആശയത്തിന്റെ അർത്ഥം. അതാണ് രാത്രി മുഴുവനും അധ്വാനിച്ച അവശനായി, ഞാൻ മാനസികമായി തകർന്നിരിക്കുക, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. സ്തോത്രം. എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഇഷ്ടത്തിനല്ല ക്രിസ്തീയ ജീവിതം, യേശുവിന്റെ ഇഷ്ടത്തിന് നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തില് നമുക്ക് എന്തുണ്ടെങ്കിലും നന്മകളെല്ലാം താൽക്കാലികങ്ങളാണ്. സ്തോത്രം. നന്മകളെല്ലാം തീർന്നു പോകുന്നതാണ്. ഒരുപക്ഷെ ഇതൊന്നും നമുക്ക് നിത്യത വരെ കൊണ്ടുപോകുവാൻ കഴിയുന്നതല്ല. ഒരു യാഥാർത്ഥ്യം കൂടെ നിങ്ങളോട് പറയാം. ഈ ലോകത്ത് 50, 60, 70 വർഷം നമ്മൾ ആരാധിച്ചും പാടിയും പ്രാർത്ഥിച്ചും ദൈവസന്നിധിയില് ഈ ലോകത്തിനു വേണ്ടി നേടിയെടുത്തതിനെയെല്ലാം നമ്മൾ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ അതെല്ലാം ഇവിടെ വിട്ടേച്ചു പോകാനുള്ളതാണ്. സ്തോത്രം. പ്രാർത്ഥിച്ച് നേടിയെടുത്തതിനെ ഒന്നിനെയും കൊണ്ടുപോകുവാൻ ദൈവം നമ്മെ അനുവദിക്കുകയില്ല. ഇവിടെ നേടിയെടുത്തതല്ല, ഇവിടെ കണ്ടെത്തിയതല്ല, ഇവിടെ വെച്ചേച്ചു പോകണം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പത്രോസ് തന്റെ ജീവിതത്തോട് കർത്താവിനോട് പറയുക, കർത്താവേ, നിന്റെ വാക്കിന് നീ പറഞ്ഞതുപോലെ നിന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. ഞാൻ വല കഴുകി തീർന്നു. ഞാനിത് മടക്കി. ഇനി ഒരിക്കലും ഈ വല കഴുകി മടക്കി കഴിഞ്ഞാൽ അടുത്ത ദിവസമല്ലാതെ ഒരിക്കലും ഇവരെന്ത് ചെയ്യത്തില്ല. സ്തോത്രം, അവര് ആ വല ഉപയോഗിക്കുകയില്ല. എന്നാൽ അവിടുത്തെ നാട്ടുനടപ്പും രീതികളുമെല്ലാം അവര് മാറ്റിവെച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ വാക്കിന്റെ മുൻപാകെ അവരെന്ത് ചെയ്തു? അവര് സ്തോത്രം, അതനുസരിക്കുവാൻ തക്കവണ്ണമിടയാ. അവരെന്ത് ചെയ്തു? അവരുടെ കർത്താവെ, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം, എന്റെ ഇഷ്ടത്തിനെന്നല്ല, എന്റെ ഹിതത്തിനെന്നല്ല. സ്തോത്രം. നമ്മളൊക്കെയാണെങ്കിൽ പറഞ്ഞ കർത്താവെ, ഈ ഗലീലാക്കടല് നീ ഇന്നലെ അല്ലേ വന്ന്, ഞങ്ങൾക്ക് എത്ര കൊല്ലം കൊണ്ട് ഇവിടെ പരിചയമെന്നറിയാമോ? ഇതിന്റെ ആഴം എത്രയും ഞങ്ങൾക്കറിയാം, ഇതിന്റെ ഓരോ കോണും മൂലയും മുക്കും ഒക്കെ ഞങ്ങൾക്കറിയാം, എവിടെ വീശിയ മീനുണ്ട്, എവിടെ ഇല്ല, ഇതെല്ലാം ഞങ്ങൾക്കറിയാം. പ്രൈസലോട് എന്ന് പറഞ്ഞ് ഉപാധി പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? കർത്താവിന്റെ അടുക്കല് രണ്ട് വർത്താനം പറഞ്ഞേനെ. പക്ഷേ അവിടെ പത്രോസിന് പറയാൻ മറ്റൊന്നുമില്ല. പത്രോസ് പറഞ്ഞു, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഇന്ന് രാത്രിയില് കർത്താവിന്റെ വാക്കിന് നമ്മുടെ ജീവിതമാകുന്ന വല ഇറക്കിയാൽ, കർത്താവിന്റെ ഇഷ്ടത്തിന് നമ്മുടെ പടകിനെ വിട്ടുകൊടുത്താൽ, നമ്മുടെ കുടുംബത്തെ വിട്ടുകൊടുത്താൽ, പടകാകുന്ന നമ്മുടെ കുടുംബം, വലയാകുന്ന നമ്മുടെ ജീവിതം, ഇത് രണ്ടിനെയും യേശുവിന് വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കുവാൻ തയ്യാറായാൽ ചില അനുഗ്രഹങ്ങൾ ഈ ലോകത്തും നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും. സ്തോത്രം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓടിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കാം. നാം കർത്താവിന്റെ വാക്കിന് വലയിറക്കിയാൽ, ഒന്ന്, കർത്താവിന്റെ വാക്കിന് വലയിറക്കിയാൽ നിന്റെ ശൂന്യമായ പടകിനെ കർത്താവ് നിറയ്ക്കും. എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് രാത്രിയിൽ? സ്തോത്രം.
കർത്താവിന്റെ ഇഷ്ടത്തിന് നമ്മൾ വല ഇറക്കുവാൻ നമ്മൾ തയ്യാറായാൽ ശൂന്യമായിരിക്കുന്ന നമ്മുടെ പടകിനെ കർത്താവ് നിറയ്ക്കുവാൻ തക്കവണ്ണം ഇടയാകും. എല്ലാറ്റിന്റെയും നിറവായവൻ, എല്ലാറ്റിനെയും നിറയ്ക്കുവാൻ കഴിയുന്ന, നിന്റെ ശൂന്യതകളെ പണിയുന്ന, നിന്റെ ഇല്ലായ്മകളെ മാറ്റുന്ന, സ്തോത്രം, നിന്റെ സാമ്പത്തിക തകർച്ചകള്, കടഭാരങ്ങള്, ജപ്തി വിഷയങ്ങള്, ലോൺ എടുത്തിട്ട് അടയ്ക്കുവാൻ നിർവാഹമില്ലാതെ സ്തോത്രം പുറത്തിറങ്ങി നടക്കുവാൻ പോലും കഴിയാത്ത നിലകളില് പരാജയപ്പെട്ടവരാ, ജീവിതത്തിൻ്റെതായ നിരാശയുടെ നീർച്ചുഴിയിൽ അകപ്പെട്ട ജീവിതമേ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാ, നിന്റെ ശൂന്യമായ പടക് അത് നീ തിരിച്ചറിയുക. ഒന്നുമില്ലാത്തവനാ ശൂന്യതയുടേതായ ഒരവസ്ഥയിലേക്ക് നീ എത്തപ്പെട്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി കർത്താവിന്റെ വാക്കിന്, കർത്താവിന്റെ ഇഷ്ടത്തിന്, ദൈവഹിതത്തിന് ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടുവാൻ, ആ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ, യേശുവിനെ കർത്താവായി അംഗീകരിക്കുവാൻ ഇന്ന് രാത്രി നിങ്ങൾ തയ്യാറാകുന്നു എങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മനിറവിൽ വിളിച്ചു പറയാ, ആർക്കും നിറയ്ക്കുവാൻ കഴിയാത്ത നിന്റെ ശൂന്യമായ സ്തോത്രം, നിന്റെ വലയെ, നിന്റെ പടകിനെ ഇന്ന് രാത്രി നിറയ്ക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാ ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു രാത്രി കൊണ്ട് ജീവിതം ശൂന്യമായ പത്രോസ്, ഒരു രാത്രി കൊണ്ട് പടക് മുഴുവനും ശൂന്യമായ പത്രോസ്, ഒരു രാത്രി കൊണ്ട് വല മുഴുവനും ശൂന്യമായ പത്രോസ്, ഒരു നിമിഷം കൊണ്ട് ദൈവത്തിന്റെ വാക്കനുസരിച്ചപ്പോൾ അവന്റെ വലയും പടകും നിറയുവാൻ, ഒന്നുകൂടെ പറഞ്ഞാൽ പത്രോസിന്റെ മനസ്സ് വരെ നിറയുവാൻ തക്കവണ്ണമിടയാ. നിരാശ വേണ്ട, ടെൻഷൻ വേണ്ട, ആകുലത വേണ്ട. എങ്ങനെ മുൻപോട്ട് പോകാം, എങ്ങനെ കുഞ്ഞിനെ കെട്ടിച്ചയക്ക്, എങ്ങനെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം കൊടുക്ക്, എങ്ങനെ മുൻപോട്ട് പോകുക, നാളെയെ കുറിച്ചുള്ള വിചാരങ്ങള്, ഭാവിയെ കുറിച്ചുള്ള ചിന്തകള്, കർത്താവ് രണ്ട് പെൺമക്കള്, എങ്ങനെ അവരുടെ ഭാവി നടക്ക്, എങ്ങനെ അവരെ പുറത്തിറക്കുമെന്നുള്ള ജീവിതത്തിന്റെ നിരാശയുടേതായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയാ, കർത്താവ് ആവശ്യപ്പെടുന്നത് ചില കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന്, നിന്റെ പടകിൽ യേശുവിനെ കയറ്റുക. രണ്ട്, നിന്റെ പടകിനെ ലോകത്തിൽ നിന്ന്, കരയിൽ നിന്ന് അല്പം ഒന്ന് മാറ്റുവാൻ ശ്രമിക്കുക. മൂന്ന്, കർത്താവിന്റെ വാക്കിന് നീ ഒന്ന് വലയിറക്കുവാൻ തയ്യാറായാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാ, നമ്മുടെ ശൂന്യതകളെ നിറയ്ക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ പടകിലുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ശൂന്യതകളെ നിറയ്ക്കുവാൻ നമ്മുടെ ഭവനത്തിൽ യേശുവുണ്ട്. നിന്റെ ജോലി സ്ഥലത്ത് യേശുവുണ്ട്. മരുഭൂമിക്ക് തുല്യമായ ഒരു ജീവിത സാഹചര്യമാണ്, അവിടെ യേശുവുണ്ട്. നിന്റെ അധ്വാന മേഖലകളിൽ യേശുവുണ്ട്. നിന്റെ ബിസിനസ് മേഖലകളിൽ യേശുവുണ്ട്. നിന്റെ തലമുറ വിദേശത്താണോ സ്വദേശത്താണോ ദൂരത്താണോ ചാരത്താണോ വിവിധമായ ആവശ്യങ്ങളിലൂടെ നടുവില് അവർ കടന്നു പോകുന്നു എങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാ, ആ ശൂന്യതകളെ മാറ്റുവാൻ, ആ ശൂന്യതകളെ നിറയ്ക്കുന്ന ഒരു ദൈവ, പത്രോസിന്റെ പടക് നിറച്ച, പത്രോസിന്റെ വല നിറച്ച, അവന്റെ ഹൃദയം ഉള്ളു നിറച്ചു കൊടുത്ത എല്ലാറ്റിന്റെ നിറവായ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്തോത്രം, നമ്മെ നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പടക് വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ, കർത്താവിന്റെ വാക്കിന് വല ഇറക്കുവാൻ തയ്യാറായാൽ, രണ്ട്, നമ്മുടെ പടകിനെ ആ കർത്താവ് നന്മ കൊണ്ട് നിറയ്ക്കുവാനിടയാകും. എന്താണോ കഴിഞ്ഞ രാത്രി ലഭിക്കാതെ പോയത്, എന്താണോ കഴിഞ്ഞ രാത്രി നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്, എന്താണോ കഴിഞ്ഞ രാത്രി നിന്റെ വലയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്, നീ എന്താണോ ആഗ്രഹിച്ച ഗന്നേസരത്തെ തടാകത്തിലേക്ക് വന്നത്, നീ എന്താഗ്രഹിച്ചാണ് വലയും എടുത്തുകൊണ്ട് ഈ തടാകത്തിൽ വന്നത്, നഷ്ടപ്പെട്ടു പോയ ആ നന്മ, നിന്റെ വലയിൽ കയറാതെ പോയത്, നിന്റെ പടകിൽ നിറയാതെ പോയത്, നിന്റെ കരങ്ങളിൽ എത്താതെ പോയ ചില നന്മകൾ സർവശക്തനായ ദൈവം പത്രോസിന് വേണ്ടി നൽകി കൊടുക്കുവാനിടയാ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് പറയാ, കഴിഞ്ഞ നാളുകൾ നിനക്ക് ലഭിക്കാതെ പോയത്, നിന്റെ കയ്യെത്താ ദൂരത്ത് വന്നിട്ട് നഷ്ടപ്പെട്ടു പോയത്, നീ ആഗ്രഹിച്ചത്, നീ പ്രാർത്ഥിച്ചത്, നേടുവാൻ കഴിയാതെ പോയത്, അതിനു വേണ്ടി നീ ഇറങ്ങിയിട്ട് നിന്റെ ജീവിതത്തിൽ നിന്ന് കൈവിട്ടു പോയ ചില നന്മകൾ ഇന്ന് രാത്രി ദൈവം നിനക്ക് മടക്കി തരാം. എത്ര പേർ വിശ്വസിക്കുന്നവരുണ്ട്? ഇന്ന് രാത്രി ഞാൻ ആത്മനിറവിൽ പറയാ, നാം സേവിക്കുന്ന ദൈവം അവൻ ആർക്കും കടക്കാരനല്ല. ഇന്ന് രാത്രി നിന്റെ സ്ഥിതി മാറ്റുക, നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് നല്ലൊരു പന്താവിലേക്ക് ഇന്ന് രാത്രി നിന്നെ കരം പിടിച്ച് കയറ്റുന്ന ഒരു ദൈവം ഈ രാത്രി നിന്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് പത്രോസിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു, രണ്ടാമത് നഷ്ടപ്പെട്ടു പോയ നന്മകളെ കൊണ്ട് ദൈവം പത്രോസിന്റെ പടക് നിറയ്ക്കുവാനിടയായി.
ഹല്ലേലൂയ. ഒരു രാത്രി മുഴുവനും മാറി മാറി വീശിയിട്ടും വലയ്ക്കകത്ത് കയറാത്തതിനെ സർവശക്തനായ ദൈവം അവന് നൽകുവാൻ തക്കവണ്ണമിടയായി. ഹല്ലേലൂയ. സ്തോത്രം. പടക് കർത്താവിന് കൊടുത്തപ്പോൾ കർത്താവിന് പടകിനെ വിട്ടുകൊടുത്തപ്പോൾ അവന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനിടയായി. ഹല്ലേലൂയ. രാത്രി ഞാൻ നിങ്ങളോട് പറയാം, കർത്താവിന്റെ നാമത്തിന് വേണ്ടി കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ അതിന് പോലും പ്രതിഫലം തരുന്ന ഒരു ദൈവം നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. നാം ദൈവത്തിന് കൊടുക്കുന്നത് ഒരിക്കലും പരാജയമല്ല. നമുക്കറിയാം, 5 അപ്പവും 2 മീനും ഒരു ബാലകൻ അത് യേശുവിന്റെ കരങ്ങളിൽ കൊടുക്കുവാൻ തയ്യാറായപ്പോൾ അതിന് വർധനമുണ്ടായി. സ്തോത്രം. അതിന് അഭിവൃദ്ധി ഉണ്ടായി. അല്ലേ? 5000 പുരുഷന്മാർ മാത്രം പുരുഷന്മാർ മാത്രം 5000. സ്തോത്രം. അപ്പോൾ സ്ത്രീകളും കുട്ടികളും വേറെയുണ്ട്. അപ്പോൾ തന്നെ ഒരു ബാലകന്റെ കയ്യിൽ നിന്നാണ് അപ്പം വാങ്ങിയത്. അപ്പോൾ ബാലകന്മാർ ഒരുപാട് പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തടിച്ചുകൂടിയ പുരുഷാരത്തിന് തൃപ്തി വരുമാറ് ആ നന്മയെ വർദ്ധിപ്പിച്ച് ദൈവം കൊടുത്തു എങ്കിൽ ഇന്ന് രാത്രി നീ കർത്താവിന് വേണ്ടി ഒരു ചെറുവിരൽ അനക്കിയാൽ അതിനും പ്രതിഫലം തരാതെ ദൈവം നിന്നെ പറഞ്ഞയക്കുന്നവനല്ല. ഹല്ലേലൂയ. കർത്താവിന്റെ ക്രൂശ് ചുമക്കുവാൻ ഒരു കുറേനക്കാരനായ ശീമോൻ അവൻ തയ്യാറായി. അവന്റെ സമയം, അവന്റെ ആരോഗ്യം ഒക്കെ അവൻ ചെലവഴിച്ചപ്പോൾ അവൻ പരാജയപ്പെട്ടു പോയില്ല. അവന്റെ തലമുറകള് മാനിക്കപ്പെടുവാൻ തക്കവണ്ണമിടയായി. ഹല്ലേലൂയ. റൂഫസ് എന്ന് പറയുന്നവൻ കർത്താവിൽ പ്രസിദ്ധനായി ഒരു ബിഷപ്പായി മാറി. അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു മകൻ അവൻ ചരിത്രത്തിൽ പ്രസിദ്ധനായി അവൻ ഒരു ഗവർണറായി മാറുവാനിടയായി. ഞാൻ പറയട്ടെ, നീ അറിഞ്ഞോ അറിയാതെയോ എന്റെ കർത്താവിന് വേണ്ടി കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചാൽ അത് നഷ്ടമല്ല, പരാജയമല്ല. നിന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയത്, നിന്റെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് ലഭിച്ചു എന്ന് തോന്നിയ നിമിഷത്തില് കയ്യെത്ത ദൂരത്ത് വന്ന് എത്തിപ്പിടിക്കും മുന്നേ കയ്യിൽ നിന്ന് അകന്നു പോയത്, വീട്ടിൽ നിന്ന് അകന്നു പോയത്, നന്മകളായി അകന്നു പോയത്, മറ്റു പല വിഷയങ്ങളായി അകന്നുപോയ ചിലതിനെ നിന്റെ പടകിനകത്ത് കൊണ്ടുവരുവാൻ ഇന്ന് രാത്രി ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. നിന്റെ പടക് യേശുവിന് കൊടുക്കുക. 2, നിന്റെ കർത്താവിന്റെ വാക്കിന് നിന്റെ ജീവിതമാകുന്ന വല നിയന്ത്രിക്കുവാൻ തയ്യാറാവുക. നമ്മുടെ ഇഷ്ടത്തിനല്ല നമ്മെ നിയന്ത്രിക്കേണ്ടത്. അവൻ നമ്മെ വിലക്ക് വാങ്ങിയിരിക്കുകയാ. ഇനി നമ്മൾ താങ്കൾക്കുള്ളവരല്ല, നമ്മൾ കർത്താവിനുള്ളവരാണ്. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമതായിട്ട് നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. പത്രോസിന്റെ ജീവിതത്തിൽ വന്ന അനുഗ്രഹം. പത്രോസ് യേശുവിന് കൊടുത്തത് ശൂന്യമായ പടകായിരുന്നു. ഹല്ലേലൂയ. ശൂന്യമായ പടകിനെയാണ് യേശുവിന് കൊടുത്തത്. യേശു പത്രോസിന് ആ പടകിനെ മടക്കി കൊടുത്തത് നിറഞ്ഞ മീൻകൂട്ടമുള്ള ഒരു പടകാണ്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ മീൻ നിറച്ച പടകിനെ കർത്താവ് അവന് തിരിച്ച് നൽകുവാൻ തക്കവണ്ണമിടയായി. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ നാളുകൾ നീ ചോദിച്ചത് ദൈവം നിനക്ക് ഇരട്ടിയായി നൽകി തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഒഴിഞ്ഞ പടകിനെ യേശുവിന് കൊടുക്കുക, ഒഴിഞ്ഞ വല യേശുവിന് കൊടുക്കുക. നിന്റെ ജീവിതത്തിന്റെ ശൂന്യത അവൻ മാറ്റി നിറവുകളാൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവ് പത്രോസിന്റെ ജീവിതത്തിൽ അവൻ കൊടുത്ത ഒഴിഞ്ഞ പടക് യേശു മടക്കി കൊടുക്കുന്നത് നിറഞ്ഞ പടകായിട്ടാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര്, എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം ഇടുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. നമ്മൾ തകർന്നിരിക്കുന്ന ഇടത്ത്, നമ്മൾ ശൂന്യത എന്ന് പറഞ്ഞ ഇടത്ത്, അസാധ്യമെന്ന് പറഞ്ഞ ഇടത്ത്, രക്ഷയില്ലെന്ന് പറഞ്ഞ ഇടത്ത്, ഒന്നും ലഭിക്കില്ല എന്ന് പറഞ്ഞ ഇടത്ത് പരാജയം സമ്മതിച്ചുകൊണ്ട് സ്തോത്രം വലയ മടക്കി ജീവിതത്തെ ഇനി മുൻപോട്ടില്ല, ഇനി ആ ജോലിക്കില്ല, ഇനി ആ ദൈവത്തെ ആരാധിക്കുന്നില്ല, ഇനി പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ള നിലവാരത്തിൽ മടുത്തുപോയ ജീവിത അനുഭവത്തിൽ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നു എങ്കിൽ, ആരാധനയിൽ നീ മടുത്തുപോയോ, പ്രാർത്ഥനയിൽ നീ മടുത്തുപോയോ, ആത്മീക വിഷയങ്ങൾ നീ മടുത്തുപോയോ, ദൈവത്തെ അറിയുവാനും അന്വേഷിക്കുവാനും നീ മടുത്തുപോയി എങ്കിൽ ഇന്ന് രാത്രി മടങ്ങി വാ. കർത്താവ് നിന്റെ അടുക്കലുണ്ട്. നീ എവിടെയാണോ തകർന്നത്, എവിടെയാണോ നീ പരാജയപ്പെട്ടത്, അവിടെ യേശു ഇന്ന് രാത്രി നിന്നെയും തേടി വന്നിട്ടുണ്ട്. നിന്റെ വിഷയത്തിന് പരിഹാരം തരുവാൻ, നിന്റെ അവസ്ഥകൾക്ക് മാറ്റം തരുവാൻ ഇന്ന് രാത്രി കർത്താവിന് ആഗ്രഹമുണ്ട്. എത്ര പേര് വിശ്വസിക്കും എന്നെ അറിയുന്ന ഒരു ദൈവം എന്റെ കൂടെയുണ്ട്, ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ എന്റെ അകത്തുണ്ട്, ഞാൻ സേവിക്കുന്ന ദൈവം, എന്റെ അധ്വാനത്തെ അനുഗ്രഹിക്കുന്ന ദൈവം, എന്റെ ഭാവി അനുഗ്രഹിക്കുന്ന ദൈവം, എന്റെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന ദൈവം, എന്റെ തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവം. ഇത്രയുമായി കഴിഞ്ഞപ്പോൾ വലിയ നന്മ കണ്ട പത്രോസ് യേശുവിന്റെ കാൽക്കൽ വീഴുക, കർത്താവേ ഞാൻ പാപിയായ മനുഷ്യനാണ്, എന്നെ
നിന്നെ വിട്ടു പോകണം. യേശു അവനോട് പറഞ്ഞു, പത്രോസേ, ഇനി നീ മീൻ പിടിക്കുന്നവനല്ല, നീ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. അവനൊരു പുതിയ ദൗത്യം കർത്താവ് കൊടുത്തു. പുതിയൊരു നിലവാരത്തിലേക്ക് അവനെ കൊണ്ടുവരുന്നു. മീൻപിടുത്തക്കാരനെ മറ്റൊരു തലത്തിലേക്ക് ദൈവം ഉയർത്തുവാനിടയാ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാ, ആമേ സ്തോത്രം. അവിടെ ആമേ സകലതും വിട്ടു പത്രോസ്. വള്ളം വേണ്ട, വല വേണ്ട എന്ന് പറഞ്ഞ് സകലതും വിട്ടവൻ എന്ത് ചെയ്തു? പഴയ കൂട്ടുകാരെ വിട്ടു, പഴയ ബന്ധങ്ങളെ വിട്ടു, ആമേ പഴയ സ്നേഹിതരോട് ആമേൻ അകലുവാനിടയാ. ആമേ പഴയ പടക്, പഴയ വലകളെല്ലാം വിട്ട്, അതിലുവരെ ആമേ ദൈവം അവന് കൊടുത്ത നന്മ വരെ വിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ പുറപ്പെടുവാനിടയായി. എന്താ? അവൻ യേശുവിന്റെ പുറകെ വന്നു. എന്തുകൊണ്ട്? പത്രോസിന് അറിയാം, നന്മയേക്കാൾ വലുത് നന്മയുടെ ഉറവിടമാകുന്ന ക്രിസ്തുവാണ്. ഇന്ന് രാത്രി എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് പറയാനുള്ളത്, ഒരു നന്മയ്ക്ക് വേണ്ടി യേശുവിനെ പിൻപറ്റരുത്. നന്മയേക്കാൾ വലുത് യേശുവാണ്. നന്മയുടെ ഉറവിടമാണ് ക്രിസ്തു. ആ കർത്താവിന്റെ അടുക്കലേക്ക് ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാമോ? ഭാരപ്പെടേണ്ടതില്ല, നിരാശപ്പെടേണ്ടതില്ല. ചെറുവിരൽ കൊണ്ട് പോലും അനക്കുവാൻ കഴിയാത്ത വിഷയങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ട്. വർദ്ധിച്ചു വരുന്ന ഭാരങ്ങൾ, വേദനകൾ, ആമേ മാനസിക പിരിമുറുക്കങ്ങൾ, ശാരീരിക ക്ലേശങ്ങൾ നിന്നെ തകർത്തു കളയുവാൻ ആമേ ശത്രു പദ്ധതി ആമേ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നാൽ അതിന്റെ മധ്യത്തില് ദൈവം നിന്നെ വിട്ടുകൊടുക്കുന്നവനല്ല. ഇന്ന് രാത്രി ഈ കർത്താവിന് എത്ര പേർക്ക് ആവശ്യമുണ്ട്? നിന്നെ സ്നേഹിക്കുന്ന യേശുവിന് എത്ര പേർക്ക് ആവശ്യമുണ്ട്? നിന്റെ ജീവിതത്തിൽ നന്മയില്ലാതെയാകുമ്പോൾ ബന്ധങ്ങൾ നിന്നെ വിട്ടു പോകും. അപ്പൻ നിന്നെ വിട്ടു മാറും, അമ്മ നിന്നെ വിട്ടു മാറും, സഹോദരങ്ങളുടെ മുമ്പ് നീ വിടക്കാകും, ആർക്കും വേണ്ടാത്തവനാകും. എല്ലാവരും നിന്നെ ആമേ പകച്ച് തള്ളുവാൻ തക്കവണ്ണം ഇടയാകും. ലോകത്തിന് നിന്നെ വേണ്ട, സ്നേഹിതന്മാർക്ക് നിന്നെ വേണ്ട, ആമേ സഭക്കാർക്ക് നിന്നെ വേണ്ട, ആത്മീകർക്ക് നിന്നെ വേണ്ട, ആർക്കും വേണ്ടാത്തൊരു ചണ്ടിയായി നീ മാറുമ്പോൾ ഇന്ന് രാത്രി യേശു നിന്നെ സ്നേഹിക്കുന്നു. എത്ര പേർ വിശ്വസിക്കാം? എന്റെ യേശു ആമേ എന്നെ സ്നേഹിക്കുന്നു. ആ കാൽവറിയിലെ കലർപ്പില്ലാത്ത സ്നേഹത്തെ ഇന്ന് രാത്രിയിൽ കർത്താവ് നിങ്ങൾ നിറയ്ക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ ഈ നല്ല നിമിഷത്തിനായി സ്തോത്രം. ഞങ്ങൾ കേട്ട തിരുവചനം ദൈവ ശബ്ദമാണല്ലോ. ആ ശബ്ദത്തിന് മുൻപാകെ ഇന്ന് രാത്രിയിൽ ആമേ കാതോർത്ത എല്ലാവരെയും, ഇനി കേൾക്കുവാനിരിക്കുന്ന എല്ലാവരെയും ദൈവ കരങ്ങളിൽ ഏൽപ്പിച്ച് അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. അടിയനോട് കേൾപ്പിച്ച തിരുവചനം അനേകർക്ക് ആശ്വാസം വിടുതലുമായി തീരുവാൻ ദൈവമിടയാക്കണമേ. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ ദൈവത്തിന്റെ ആത്മാവെ അവിടുന്ന് ചെയ്തെടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ചില ശൂന്യതകൾ നിറയട്ടെ, ചില കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ, ചില തലമുറകൾ വിടുവിക്കപ്പെടട്ടെ. ആത്മിക, ഭൗതിക, ശാരീരികമായ ചില മേഖലകൾ ഇന്ന് രാത്രി അനുഗ്രഹം പ്രാപിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. അതിലുപരിയ നന്മയുടെ പുറകിലല്ല, ഈ ജനം നന്മ തരുന്ന കർത്താവിനെ പിൻപറ്റുവാൻ ഇന്ന് രാത്രിയിൽ കർത്താവെ അവിടുന്ന് കൃപ ചെയ്യണം. സകല ജനത്തെ ഒരുപോലെ അനുഗ്രഹിക്കണം. ആമേൻ കർത്താവെ. എക്സോഡക്സ് എന്നായി ആമേൻ കർത്താവെ ഈ ആമേൻ പേജിനെ ദൈവകരങ്ങൾ തരുന്നു, എന്റെ ദാസനെ ഏൽപ്പിക്കുന്നു. ആമേ സകലർക്കും ആശ്വാസം അനുഗ്രഹമായി തീരട്ടെ. പിതാപുത്ര പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും, മഹത്വം എടുക്കും. യേശുവിൻ നാമത്തിൽ കൃപ തോന്നി കേൾക്കണം നല്ല കർത്താവേ, ആമേൻ. ഇതുവരെ ദൈവവചനം ശ്രവിച്ച എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ സ്നേഹവും വന്ദനവും നന്ദിയും അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, ആമേൻ.